तुमसे मिले तो कुछ गुनगुनी सी होने लगी है सर्दियाँ। तुमसे मिले तो देखो शहर में खिलने लगी है वादियाँ। जो देखे एक बार को पलट के बार बार वो खुदा जाने क्यों तुझे देखने लगता है. ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മൈലാഞ്ചിടായിരിക്കുക. എവിടെ കൈ കാണിച്ച മൈലാഞ്ചിടുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക് കേട്ടോ. സോ ഇന്ന് നമ്മളൊരു ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സോ തലേ ദിവസം മൈലാഞ്ചിൻ്റെ പരിപാടിയിലാണ്. സാധാരണ ഞാൻ ഐറോസിൻ്റെ മെഹന്തി ഇട്ട് കൊടുക്കുമ്പോൾ അവൾ ഉറങ്ങിയ ടൈമിലാണ് ഇട്ട് കൊടുക്കൽ, അല്ലെങ്കിൽ അവൾ കേടെത്തുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇന്ന് അവൾ മെഹന്തി കണ്ട മുതൽ അത് ഞാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ പാവം അവളെ മുന്നിൽ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു ഇവൾ ഫുള്ള് അലമ്പാക്കും, ഫസ്റ്റ് ഒന്ന് കുറച്ച് ഇടാൻ തന്നെ അയക്കലുണ്ടാവുള്ളൂ എന്ന്. പക്ഷെ അവൾ ഫുള്ള് ഇടൽ കഴിയുന്ന വരെ നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇട്ടിട്ട് കുറച്ച് നേരം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളത് തോണ്ടി കളയാൻ തുടങ്ങി. അതുകൊണ്ട് കുറച്ച് ചോർന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവളെ. ഒന്നാമത്തെ നമ്മൾ ഇടുന്നത് ഓർഗാനിക് ഹെന്നാക്കോണാണ്. അതിൻ്റെ റിയൽ കളർ കിട്ടണമെങ്കിൽ ഒരു 2 days മുന്നേ നമ്മൾ ഇടണം. അപ്പോൾ ഞാൻ 2 days മുന്നേ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ തലേ ദിവസത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ അതൊരു രസമല്ലേ, പിന്നെ തലേന്ന് മൈലാഞ്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങുന്നത്. ടൈം ഒരു 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു രാത്രി ഞാൻ മെഹന്തി ഇടുമ്പോൾ. പിന്നെ ഓർഗാനിക് ഹെന്നാക്കോൺസ് നമ്മളൊരു 6 hours കയ്യിലിട്ടാലാണ് നല്ലൊരു സ്റ്റെയിൻ കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ 3ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും നല്ലൊരു ഡാർക്ക് സ്റ്റെയിൻ കിട്ടണമെങ്കിൽ നമ്മളൊരു മാക്സിമം ഒരു 6 മണിക്കൂറെങ്കിലും കയ്യിൽ വെക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടാകുന്നത്. സാധാരണ ഞാൻ ഇന്ത്യൻ ഡിസൈൻസാണ് എപ്പോഴും ഇടല്. അപ്പോൾ ഇന്ന് ഭയങ്കര സിമ്പിളായിട്ടൊരു അറബിക് ഡിസൈൻ നോക്കിയതാണ്. ആൻഡ് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ മെഹന്തി പരിപാടിക്ക് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഐറോസ് ഉറങ്ങിയപ്പോഴത്തേനും ഒരു 3 മണി 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഞാൻ ഉറങ്ങാനായിട്ട് നിന്നില്ല, കാരണം ഉറങ്ങിയ ചിലപ്പോൾ ഞാൻ ഉറക്കത്തിൽപ്പെടും. അപ്പോൾ പിന്നെ ഉറങ്ങാനായിട്ട് നിന്നില്ല. പിന്നെ എണീറ്റ് ഫ്രഷ് ആയതിന് ശേഷം നേരെ നിസ്കാരം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മണിക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലോട്ട് കയറി ഇന്നത്തെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഞാനിന്ന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബിരിയാണി കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പണിയായതുകൊണ്ട് ഞാൻ മന്തി എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. കൊള്ളാവോ അത് നേരാവോ എന്നൊന്നും അറിയില്ല, ബട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആകെ ഒരു സവാള ആൻഡ് ക്യാപ്സിക്കത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ തൊലിച്ച് മെനക്കെടുന്നതാണ് മെയിനായിട്ട് മന്തി ഉണ്ടാക്കാനായിട്ട് തന്നിട്ടുണ്ടാകുന്നത്. അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ചിക്കൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇട്ടിക്കാണ്. ഞാൻ അതിൻ്റെ ഐസ് പോകാനായിട്ടൊന്ന് വെള്ളത്തിലിട്ടിക്കായിരുന്നു. അപ്പോൾ ഐസ് ഇതാ കുറച്ചൊക്കെ പോയി തുടങ്ങണേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിലേക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് വിഷൊക്കെ ചെയ്തിട്ട് പിന്നെ നേരെ ഞാൻ വീണ്ടും ഡ്യൂട്ടിയിലോട്ട് പ്രവേശിച്ചു. സോ ഞാൻ മന്തിയുടെ റെസിപ്പി പറഞ്ഞിട്ട് അങ്ങനെ വോയിസ് ഓവർ കൊടുക്കണമെന്ന് വിചാരിച്ച് എടുത്ത ക്ലിപ്പിങ്സാണ് ഇത്. പക്ഷേ ട്വിസ്റ്റ് ഒരു 7 മണിയാവാറായപ്പോഴത്തേക്കും നടന്നു. കാരണം എൻ്റെ മകൾ എണീറ്റ് വന്നു. പിന്നെ അവൾ കരച്ചിലായി മിഴിച്ചിലായി. പിന്നെ അങ്ങനെ അവൾ ഉറക്കലായി. അവൾ ഉറക്കാൻ നിന്ന് ഞാൻ ശശിയായി എന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവളെ വാശി എനിക്കറിയുന്നതാണ്. അപ്പോൾ അത് ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്തളകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്കിത് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യൽ അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. മസാലയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ബാക്കിയുള്ളതൊന്നും റൈസ് ഇങ്ങനെ കുക്ക് ചെയ്യാന്നുള്ളതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി. ഇനി ഞാൻ ഫോർക്ക് യൂസ് ചെയ്തിട്ട് അത് നല്ലപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മളെ മസാല അതിലോട്ട് നല്ലപോലെ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് മസാല ആക്കിയതിന് ശേഷം നമ്മളൊരു 3/4 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു 1 hour ആയ അത്രയും നല്ലത്. ഞാൻ 3/4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ആവുന്ന ടൈം കൊണ്ട് എൻ്റെ മകൾ ഉറങ്ങുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ ഞാൻ പിന്നെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള പിന്നെ ക്യാപ്സിക്കം അതിൻ്റെ മുകളിലോട്ടിട്ടിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. പിന്നെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറം മറിച്ചിട്ടിട്ട് ഈ ഒരു സവാളയും ക്യാപ്സിക്കം താഴത്താവുന്ന രീതിയിൽ അങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുക്കുക.
അങ്ങനെ അതടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ റൈസും കുക്ക് ചെയ്യാൻ നോക്കുക. മന്തി വെക്കാൻ നമ്മൾ സെല്ല ബസ്മതി റൈസാണ് യൂസ് ആക്കുക. പക്ഷേ ഇവിടെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാധാ ഏതൊരു ബസ്മതി റൈസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ റൈസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മാഗി ക്യൂബും ഉപ്പും പിന്നെ എല്ലാ സ്പൈസസും ഇട്ടതിന് ശേഷം നമ്മൾ അരിയിട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു 80% വെന്ത് കിട്ടിയാൽ മതി. ബാക്കി 20% നമ്മൾ ദം ചെയ്യുമ്പോൾ അത് വേവ് കിട്ടും. അങ്ങനെ ഇപ്പോൾ റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പകുതി റൈസോളം നമ്മൾ ചിക്കൻ്റെ മുകളിലോട്ടിട്ടിട്ട് ഇതുപോലെ പച്ചമുളക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ബാലൻസ് വന്നിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിലോട്ടിട്ടിട്ട് ദം ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സ്മോക്കി ഫ്ലേവർ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചാർക്കോൾ കത്തിച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ ഒരു അടച്ചു വെക്കുന്ന ടൈമിൽ തന്നെ വെക്കുക. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അടച്ചു വെച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത്, എന്നിട്ട് പിന്നെയാണ് ചെയ്തത്. ഇനി ഞാൻ പായസത്തിൻ്റെ പരിപാടിയിലേക്ക് നിൽക്കുകയാണ്. ആദ്യം ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് പായസം തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പായസം കുടിക്കാൻ പൂതിയിട്ട് ഞാൻ അങ്ങനെ പായസമാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ആവശ്യത്തിന് പാലെടുത്തിട്ട് അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഏലക്കായ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു തിളക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വറുത്ത സേമിയനെ ആഡ് ചെയ്ത് കൊടുക്കുക. സേമിയ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും മിൽക്ക് മേഡും ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് നെയ്യിൽ നട്ട്സും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചെടുക്കുക. ഇല്ലെങ്കിൽ നെയ്യ് മാത്രം തൂവി കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് നേരെ ഐറൂസിനെ മാറ്റാനായിട്ട് ചെന്നു. കാരണം അവൾ മാറ്റിയിട്ട് വേണം എനിക്ക് മാറ്റാൻ. അപ്പോൾ ഇതാണ് ഐറൂസിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് വിശപ്പിൻ്റെ പ്രാന്തും പിന്നെ ഉറക്കം ശരിയാവാത്ത പ്രാന്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഭയങ്കര വാശിയൊന്നും മുടിയെട്ടാനൊന്നും അധികം ഇരിക്കണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങനെ ഇരുത്തിയതാണ്. അപ്പോൾ ഇക്ക പള്ളിയിൽ പോയി വരുമ്പോഴത്തേന് എല്ലാം റെഡിയാക്കി വെക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എൻ്റെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട് പിന്നെ ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്ക വന്നിട്ട് പിന്നെ നേരെയൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവളെ മാറ്റിച്ചിട്ട് പിന്നെ ഞാൻ കുളിക്കാനായിട്ട് ചെന്നു. നേരെ ചർച്ച അപ്പോൾ ഏതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഏത് ഡ്രസ്സ്. ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ്. പുറത്ത് പോകുമ്പോൾ വേറെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ബിലോത്തൊന്ന് വാങ്ങിയതായിരുന്നു. അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പെരുന്നാൾക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ബാൽക്കണിൻ്റെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് ഭയങ്കര വെയിലായിരുന്നു, പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മന്തി മഷാല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡി ആവില്ലേ വിചാരിച്ച് ടെൻഷനായിരുന്നു ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട്. മന്തി പായസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു റംസാൻ്റെ മാതിരി തന്നെ ഈ ഒരു ഈദും ഞാൻ മിക്കും ഫസ്റ്റ് ടൈം ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഒരു മിസ്സിങ് മാതിരി. ഞാൻ എന്നിട്ട് കണ്ടിട്ട് പറയുകയും ചെയ്തു, എനിക്ക് നാട്ടിൽ നിന്ന് നമ്മളൊരു പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ഫീൽ ഇവിടുന്ന് കിട്ടുന്നില്ല എന്ന്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഞാൻ നിൽക്കാൻ്റെ വീട്ടിലായിരിക്കും പെരുന്നാൾ ആഘോഷിക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോകും, അവിടുന്ന് ഉമ്മാൻ്റെ വീട്ടിൽ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊരു വേറൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇതെന്തോ ഒരു റൂമിൽ എന്തൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു സങ്കടം കാര്യങ്ങളായിട്ടായിരുന്നു ഈ ഒരു ഇത്. പിന്നെ ഒരു 4 മണിക്ക് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ഡ്രസ്സ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹാഫ ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇക്കാക്ക് ഇന്നും ലീവ് ഉണ്ടായിരുന്നില്ല. ഇക്കാക്ക് 5 മണിക്ക് ശേഷം ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് അവർ നേരെ അങ്ങനെ പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളും പിന്നെ ഹസീബിക്കാൻ ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. പക്ഷേ 4 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പൊരിഞ്ഞ വെയിലായിരുന്നു. വെയിലിൻ്റെ ചൂട് ഇങ്ങനെ മുതൊക്കെ ഇങ്ങനെ പൊള്ളുമായിരുന്നു. അങ്ങനെ നമ്മൾ വെയിലില്ലാത്ത സ്ഥലത്ത് പോയി ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. മാഷാഅല്ലാഹ് നല്ല രസമുള്ള ഫോട്ടോസ് തന്നെയായിരുന്നു. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടണ്ട കേട്ടോ. അപ്പോൾ ഐറൂസ് ഇവിടെ വന്ന വഴിക്ക് കുറച്ച് കഴിഞ്ഞു. പിന്നെ അവൾ ഓക്കെ ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ബീച്ചിലൊക്കെ കളിക്കാൻ പോയപ്പോൾ അവൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടിട്ട് അഭിപ്രായം പറയുക. അങ്ങനെ 5 മണിയായപ്പോൾ ഇക്കും ഹസീബിക്കൊക്കെ അവരങ്ങനെ ഡ്യൂട്ടിക്ക് നേരെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും സുമ്മിയും പിന്നെ ഞങ്ങൾ കുട്ടികളും പാടെ ഞങ്ങൾ ബീച്ചിലോട്ട് നടന്നു. വെയിലാണെങ്കിലും ഐറൂസിൻ്റെ മണ്ണിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് പിന്നെ വേറൊന്നും വേണ്ട. അങ്ങനെ ഇവിടെ വന്നിട്ട് നല്ല കളിയിലായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാനും സുമ്മിയും കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നു. ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകാനായിട്ട് പറ്റിയില്ല. അവിടെ വെള്ളത്തിൻ്റെ അവിടേക്ക് നിറച്ച ആൾക്കാരായിരുന്നു. ബോയ്സ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു.
പിന്നെ ഒരു 7 മണി 7:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നിന്നു. അപ്പോൾ രാത്രി ഇവിടെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഞാൻ പകൽ വന്നിട്ടുണ്ടായിരുന്നില്ല, പകലും ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് രാത്രി ഇങ്ങനെ ലൈറ്റിങ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി ഡെക്കറേഷൻ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ സുമിയുടെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്നിട്ടാണ് ഞാൻ പായസം കുടിക്കുന്നത്. പായസം മന്തിയുടെ പിന്നാലെ കുടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകിട്ട് നമ്മൾ പോവുകയും ചെയ്തല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.